ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ശുക്രന്റെ രാശി മാറ്റത്തെ പറ്റി പറയുന്നു. ശുക്രൻ 1201 ആണ്ട് ചിങ്ങമാസം 4-ാം തീയതി ഓഗസ്റ്റ് 21-ാം തീയതി പുലർച്ചെ 1:20 ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകക്കൂറിലേക്ക് മാറുകയാണ്. കർക്കിടകക്കൂറിൽ തന്നെ ഏകദേശം ചിങ്ങമാസം 29-ാം തീയതി, അതായത് സെപ്റ്റംബർ 14-ാം തീയതി വരെയ്ക്ക് കർക്കിടകക്കൂറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കർക്കിടകക്കൂറിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫലം നോക്കാം. ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ 12-ാം ഭാവമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് മാറുന്നത്. 12-ാം ഭാവം ഇവർക്ക് യാതൊരുവിധ പ്രശ്നമില്ലാത്ത ശുക്രൻ അനുകൂല ഭാവത്തിൽ തന്നെയാണ് ഉള്ളത്. 12-ാം ഭാവം എന്ന് പറയുമ്പോൾ സ്ഥാനഭ്രംശങ്ങളും മറ്റുള്ളതൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്ഥാനഭ്രംശം കിട്ടുവാനുള്ള സാധ്യത ഇവർക്ക് ആലോചിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനം മാറ്റം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ട് വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനും വാഹനം മാറ്റാനായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വാഹനം മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പുതിയ വിവാഹങ്ങൾ അന്വേഷിച്ചു, അതായത് വിവാഹബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞ് പുതിയ വിവാഹത്തിന് ആലോചിക്കുന്നവർക്കും വിവാഹബന്ധം വേർപിരിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും അതിനെല്ലാം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക സംബന്ധമായിട്ടുള്ള ഭൗതിക സുഖങ്ങൾക്ക് നല്ല മേൽക്കോയ്മകൾ കാണുന്നുണ്ട്. ആഡംബര വസ്തുക്കളുടെയും വാഹന സംബന്ധമായിട്ടുള്ള വസ്തുക്കളുടെയും ലാഭങ്ങൾ ഉണ്ടാവും. വാഹന യോഗങ്ങൾ ഉണ്ടാവും. പുതിയ വാഹനങ്ങളെല്ലാം വാങ്ങിക്കുവാനുള്ള ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ ചിന്തകളെ പറ്റിയും ആശയങ്ങളെ പറ്റിയിട്ടും രൂപം കൊടുക്കാനുള്ള സാധ്യതയും ചിങ്ങക്കൂറുകാർക്ക് പ്രത്യേകിച്ച് പരമായി കാണുന്നുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം നേടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിൽ നിന്നും വേർപെട്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് സാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാറി മറിഞ്ഞു വരും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ശുക്രന്റെ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലത്തിൽ വരുന്നത്. കന്നിക്കൂറുകാർക്കാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ്, ഏകാദശ ഭാവത്തിലാണ് കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്തരത്തിന്റെ ആദ്യത്തെ 1/4 ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗം കൂടി ചേരുന്ന കന്നിക്കൂറിൽ പഠിക്കുന്ന കന്നിക്കൂറുകാർക്ക് 11-ാം ഭാവത്തിൽ ഏകാദശ ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ വളരെ ഭൗതിക സുഖങ്ങളും ആഡംബര വസ്തുക്കളുടെ ലാഭങ്ങളും വാഹന സൗകര്യങ്ങളും വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങളും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ളതും വസ്ത്രലാഭങ്ങളും വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയും പുതിയ വസ്ത്രങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും വസ്ത്ര വിപണിയിൽ നല്ലൊരു മേൽക്കോയ്മ വന്നു ചേരുവാനും വസ്ത്ര വിപണി വിലയിരുത്താനും പുതിയ ഷോറൂമുകൾ തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഷോറൂമുകളെല്ലാം തുടങ്ങാൻ പറ്റിയ പുതിയ പുതിയ ഷോറൂമുകൾ തുടങ്ങാൻ പറ്റുന്നതും അതുപോലെ പുതിയ മെക്കാനിക്കൽ സെന്ററുകൾ തുടങ്ങാൻ പറ്റിയും ഇതുവരെ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ അത്യുത്തരമായിട്ടുള്ള മേൽനോട്ടങ്ങൾ സിദ്ധിക്കുന്ന ഒരു സമയമാണ്. ഏകാദശ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ട് ലാഭസ്ഥാനം പൊതുവെ വളരെ ഉചിതപരമായിട്ടുള്ള ലാഭസ്ഥാനം പെരുമാറിക്കുന്ന സാധ്യതയുണ്ട്. കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ധനലാഭത്തിനും വസ്ത്രലാഭത്തിനും വാഹന ലാഭത്തിനും എല്ലാത്തിനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐശ്വര്യം ഒന്ന് രചിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യോഗഫലങ്ങൾ കൂടി വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് പറയാം. തുലാക്കൂറുകാർക്കാണെങ്കിൽ അതായത് ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1/4 ഭാഗം കൂടി ചേർന്ന തുലാക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 9-ാം ഭാവത്തിൽ സഞ്ചരിച്ചുള്ള ശുക്രൻ 10-ാം ഭാവത്തിൽ വരുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വാഹന സംബന്ധമായിട്ടുള്ള റിപ്പയറുകളും മറ്റുള്ള കാര്യങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സ്ത്രീകളായ ചില ദോഷങ്ങളും വരുവാനുള്ള സാധ്യത ഉണ്ട്. 10-ാം ഭാവത്തിന് അനുകൂലമല്ല എന്നാണ് ചുരുക്കി പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ശുക്രന്റെ പരിഹാരം തീർച്ചയായും ചെയ്യണം. വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുക, വെളുത്ത പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക, വെളുത്ത പട്ട് ഡിസൈനുള്ള പട്ടുകൾ ഭഗവതിക്ക് ചാർത്തുക, ഭാഗ്യസൂക്ത വഴിപാടുകൾ ചെയ്യുക, ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക എന്നിവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ശുക്രന്റെ 10-ാം ഭാവത്തിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. ചിലപ്പോൾ പ്രണയിക്കുന്നവരായിട്ടെല്ലാം തെറ്റിപ്പിരിയാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിൽ ചിലപ്പോൾ ചില പാഴ്ചകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വാക്ക് തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവരെല്ലാം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരെല്ലാം വർത്തമാനത്തിൽ വളരെ ശ്രദ്ധിക്കണം. വർത്തമാന ശല്യം കൊണ്ട് ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതയുള്ള കാരണം കൊണ്ടാണ്
ഞാൻ ഈ പരിഹാരങ്ങൾ പറയുന്നത്. പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. വൃശ്ചികക്കൂറുകാർക്കാണെങ്കിൽ ഇതുവരെ 8ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഭാഗ്യം കൊണ്ട് വളരെ അനുകൂലപരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവും. വാഹന ലാഭം ഉണ്ടാവും. വാഹന വിപണിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ യഥേഷ്ടം വരുമാന മാർഗങ്ങളുണ്ടാവും. പഴയ വാഹനങ്ങളെല്ലാം മാറ്റി പുതിയ വാഹനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കും ജോലി ചെയ്യുന്നവർക്കും തൊഴിലവസരങ്ങൾ തീർന്നവർക്കും അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ടുള്ള മാറ്റങ്ങളും മറ്റുള്ളതും കയറി വരുവാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ് ഇവർക്ക്. ചാരവസാലും മറ്റുള്ള ലെവലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശുക്രന്റെ മാറ്റത്തോടുകൂടി വൻ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കുവാനും വസ്ത്രലാഭം വരുവാനും സുഗന്ധ വസ്തുക്കളുടെ ഇതുകളും ഗൃഹോപകരണ സാധനങ്ങളുടെയും ഇലക്ട്രോണിക് സാധനങ്ങളുടെ വരവും എല്ലാം കൂടി ചേരുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഇവർക്ക് വരുന്നത്. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് വളരെ ഉത്തമകരമായിട്ടുള്ള ഫലമാണ് ശുക്രന്റെ രാശിമാറ്റത്തിൽ. നമസ്കാരം.